കിഴക്കും ഭാഗത്ത് തേങ്ങ വിറ്റ കണക്കിൽ ഒരു 8000 റുപ്യ, അല്ലെങ്കിൽ വേണ്ട ഒരു 6000 മതി. തെക്കും ഭാഗത്തെ അടയ്ക്ക വിറ്റ കണക്കിൽ ഒരു 5000 റുപ്യ, അല്ലെങ്കിൽ വേണ്ട ഒരു 3000 മതി. ഇഞ്ചി വിറ്റ കണക്ക് അത് വേണോ? ഒരു 2000, അല്ലേ വേണ്ട. എന്തിനാ ഇപ്പൊ ഇത് ഈ 2000 ഒക്കെ? ഒരു 500 എടുക്കാം. എന്താണോ കുറച്ച് ദിവസമായിട്ട് ഒരു ശങ്ക ഇങ്ങനെ അതിപ്പോ പറപ്പുര വരെ പോയപ്പോ അതല്ലടോ. പിന്നെ എന്താണോ കുറച്ച് ദിവസമായിട്ട് ഒരാട്ടിങ്ങനെ എന്താണോ ഒരാലോചന എന്താ ഇന്നത്തേക്ക് ഒരു ആനയെ മേടിച്ചാലോന്ന്. അസറായി, ഇല്ലത്തേക്ക് ഒരു ആന വേണം. ശങ്കോ അപ്പൊ മറ്റൊരു ശങ്ക എന്താണോ? കൊമ്പൻ വേണോ അതോ പിടി മതിയോ? കൊമ്പൻ വേണോ അതോ പിടി മതിയോ? കൊമ്പൻ തന്നെയാവും അന്തസ്സല്ലേ? സംശയമില്ല, കൊമ്പനാണ് നല്ലത്. അതെങ്ങനെ ആ ചെവിയൊക്കെ എങ്ങനെ അങ്ങോട്ട് വീശി ആ കൊമ്പൊക്കെ എങ്ങനെ അങ്ങോട്ട് നിവർത്തി അത് ഇല്ലത്തിന്റെ വീട്ടിൽ അങ്ങനെ നിൽക്കണത് അതൊരു അന്തസ്സ. കൊമ്പനാന ഒരു അന്തസ്സൊക്കെ തന്നെയാണെങ്കിലും അന്തസ്സനുസരിച്ച് കാശങ്ങൾ എണ്ണി കൊണ്ടുപോകാം. വേണ്ടി ഇല്ലത്തെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ശങ്കുവിന് അറിയാലോ. അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് കൊമ്പൻ വേണ്ട പിടി മതി. നടാതെ ആയതുകൊണ്ട് പിടിയായാലും മതി. അപ്പൊ അങ്ങനെ ശങ്കോ എന്താണോ നമ്മളൊരു കാര്യം ചെയ്യാൻ മുമ്പ് മേപ്പട്ടേക്ക് തീപ്പിട്ടൊക്കെ നാളെ പിന്നെ എന്താ ആനയെ മേടിക്കാൻ അതിനിപ്പോ എന്താ തിന്നാൻ കൊടുക്കുക? ആനയ്ക്ക് ഇപ്പൊ എന്താ തിന്നാൻ കൊടുക്കുക? പിന്നെ
നമ്മളെ പോലെ അല്ലല്ലോ വയറല്ലേ വേണ്ടി വരും വേണ്ടി വരും. ഈ നാട്ടില് ഒരു ഒറ്റ പണിയില്ലല്ലോ, വെട്ടി നശിപ്പിച്ചില്ലേ? നശിച്ച ഒരു നാട് ഒരു ആനയെ മേടിച്ച് പോറ്റാൻ കഴിയില്ലെന്ന് വെച്ചാ എനിക്കെന്ത് തോന്നില്ല. ഒരു ആനയെ മേടിച്ച് വളർത്താൻ പറ്റുന്ന എനിക്കധികം ദേഷ്യം സ്വഭാവം പെട്ടെന്ന് പിന്നെ പലയിലാന്ന് കേട്ടപ്പോ ഒരു വ്യസനാണ്ട് വന്നു. ആനക്ക് എന്തിനാ പന? എനിക്കിപ്പോ എന്തിനാ പല? തെങ്ങിന്റെ തെങ്ങ്. പിന്നെ ഈ തെങ്ങിന്റെ പട്ടേ ആനക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ തെങ്ങിന്റെ പട്ടയാണല്ലോ ആന കരിമ്പ് നല്ലോണം തല്ലി തല്ലിയാടുത്തോളും. പക്ഷെ അതിലൊരു കുഴപ്പമുണ്ടെന്ന് എന്താണാവോ? എന്നുവെച്ചാ ഈ തെങ്ങിന് നിത്യേനുള്ള ഈ വെട്ടുന്നില്ല, ഈ വെട്ടലേ അതെനിക്കത്ര ഇഷ്ടമല്ല. ഇഷ്ടാവാൻ തരൂല്ല പറയാണ്ട് തന്നെ. അതുകൊണ്ട് ശംഖു ആനയെ നമുക്ക് വറ്റിയോട് പോറ്റാം. മതി പിടിയാനായതുകൊണ്ട് വറ്റോട് തിന്നാൻ പാടത്തോളൂ. ഗംഭീരായിട്ടാണ് പറഞ്ഞോളൂ. അതിലൊരു കുഴപ്പമുണ്ടല്ലോ ശംഖു. എന്താണാവോ? അതത്ര പഞ്ചാലില്ല. ഈ നാട്ടുകാരൊക്കെ ഇല്ലത്തെ ആനയ്ക്ക് വറ്റോല കൊടുത്താൽ പറ്റണെന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? ഇല്ലത്തെ ആനയ്ക്ക് വറ്റോല കൊടുക്കണേ? അയ്യേ, ഈ വറ്റോലെന്ന് കേട്ടാൽ തന്നെ എനിക്ക് മനം പറ്റും. ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് അതിനെന്താ കൊമ്പി? അതിപ്പോ ആനയെ മേടിക്കണമല്ലോ. ആനയെ മേടിക്കാൻ കഴിഞ്ഞാ ആനയെ മേടിക്കാൻ എന്തൊരു പൊമ്പഴി, ഒരു പൊമ്പഴി കാണുക. മേടിക്കണ്ടെന്ന് വെച്ചാ എന്താ ഈ പറയാനെ മേടിക്കുണ്ടാക്കിയാലാ പറയണത്? ശംഖുവിന് ഈ ഇല്ലത്തെ കുറിച്ച് ഒരു ചിന്തയില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. എനിക്ക് ഏത് നേരവും ഈ ഇല്ലത്തെ കുറിച്ച് ചിന്ത. കിഴക്കിടത്തിലെ താനെ വടക്കിടത്തിലെ താനെ രണ്ടെണ്ണം പടിഞ്ഞാറത്തിലെ താനെ നേരത്തിന്റെ കീഴടുത്ത് ചെങ്ങടുത്ത് ഇവിടെ മാത്രം ഒരു ആനയില്ലാന്ന് വെച്ചാൽ ആർക്കും അതിന്റെ ബുദ്ധിമുട്ട്? ആർക്കും അതിന്റെ കുറച്ചിട്ട് സംഭവം അവിടത്തേക്കല്ലേ? അപ്പൊ അതിനെന്താ ഒരു ഉപായം ഞാൻ കാണാം. അതിപ്പോ പൊഴമരക്കിൽ മാത്രമേ ഇല്ലു. പൊഴമരക്കിൽ ഇല്ലത്ത് മാത്രം ഒരു ആനയില്ലാന്ന് വെച്ചാ കൊമ്പഴി കണ്ട ആലോചിക്ക. എന്താണ് കൊമ്പഴി? അങ്ങോട്ട് ആലോചിക്കാം, ഒന്ന് വേണ്ട ആലോചിക്ക. മൂലിക്ക് പടിഞ്ഞാറയിലുണ്ട്. പടിഞ്ഞാറിൽ എന്താ കണ്ടു? ഇതിന് മാത്രം ആലോചിക്കാനുള്ളത്. ശംഖു ശംഖു ഇല്ലത്തെ എന്തിനാ ഒരു ആന? ശംഖുള്ളപ്പോ ഇവിടെ ഒരു ആനയുടെ കുറവുണ്ടാവില്ല. ശംഖുള്ളപ്പോ എന്തിനാ വേറെ ശങ്കരനാന? ഒരു കുറവുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് ആയില്ല ശംഖു. ഈ നാട്ടുകാർ വന്ന് ആനയെ ചോദിച്ചാൽ എന്താ പറയാ? നാട്ടുകാരൊന്ന് ആനയെ ചോദിച്ചാ ഇവിടെ ശങ്കരനുണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആനയ്ക്ക് ആന തന്നെ വേണ്ടേ? വേണ്ടേ? അപ്പൊ അതിനെന്താ ഒരു ഉപായം ആലോചിക്കുക. വേണ്ട 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 വേണ്ട, നീ ആലോചിച്ചത് മതി. ഇനി ഞാനൊന്ന് ആലോചിക്കട്ടെ. വെള്ളം എടുക്കാം.
നമുക്ക് എങ്ങനെയാണ് പറയാം? അതായത് കാര്യസ്ഥൻ ശംഖു അതാണ് നീ. രണ്ടാനയെ വാങ്ങാൻ മലയ്ക്ക് പോയേക്കുക, കൊണ്ടെന്നാൽ കാട്ടിത്തരാം എന്നങ്ങോട്ട് പറയാം. അപ്പൊ കാര്യസ്ഥൻ ശംഖു ഒന്നല്ല, രണ്ടാനയെ മേടിക്കാൻ മലയിലേക്ക് പോയാ കാട്ടിത്തരാം. അപ്പൊ അതുവരേക്കും ആന വന്നവരേക്കും ശംഖു ഇല്ലത്തിന് അങ്ങോട്ട് വിട്ടു നിൽക്കുക. അല്ല, ആന വരുമ്പോ ആൾക്കാർ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ആന വരുമ്പോ വരുന്നല്ലേ മലയ്ക്ക് പോയിട്ട് വരൂലോ. വരുമ്പോ കാട്ടിത്തരാന്ന് ഞാൻ നാട്ടുകാരോട് പറഞ്ഞോളാം. പോണം. അപ്പൊ അതുകൊണ്ട് ശംഖു ഒരു കാര്യം ചെയ്യും. ശംഖു മുണ്ട് എന്നിട്ട് അങ്ങോട്ട് മടക്കി കുത്തിക്കൊടുക്കുക. അത് വേണ്ടതാ. അല്ല ശംഖു അങ്ങനെ മുടക്കി കുത്തിക്കൊടുക്കുക. അത് ബഹുമാനം കൊണ്ട് അതെനിക്ക് ബോധ്യായിരിക്കണു. ഞാൻ അവിടെ ചെല്ലുമ്പോ കുഴപ്പമില്ല, ഏറെ നടക്കാനുണ്ടല്ലോ. അങ്ങോട്ട് മുടക്കി കുത്തിക്കൊള്ളു. അങ്ങോട്ട് പോയിക്കോളൂ. അങ്ങോട്ട് കേട്ടെ. ഒരു രണ്ടാളെ മേടിക്കാനുള്ള കാശൊക്കെ അവിടെ കാണുമായിരിക്കുമല്ലോ ശംഖു. Thank you.